എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വാഷറുകൾ, ഗ്യാസ്കറ്റുകൾ, ക്ലച്ചുകൾ, താക്കോലുകൾ, ജിപ്സ്, കോട്ടൺ മുതലായവ എങ്ങനെ പരിശോധിക്കാമെന്നും അവ എങ്ങനെ മാറ്റി സ്ഥാപിക്കാമെന്നും നമുക്ക് ചർച്ച ചെയ്യാം. വീഡിയോയിലേക്ക് കടക്കാം. ലക്ഷ്യം: ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ഇനി പറയുന്നവ ചെയ്യാൻ കഴിയും. 1. ഗ്യാസ്കറ്റിൽ വാഷർ മാറ്റി സ്ഥാപിക്കുക. 2. ക്ലച്ചും താക്കോലുകളും മാറ്റി സ്ഥാപിക്കുക. 3. ജിപ്പ്, കോട്ടൺ, സിർക്ലിപ്പ് എന്നിവ മാറ്റി സ്ഥാപിക്കുക. 4. മേൽപ്പറഞ്ഞ ഘടകങ്ങൾ മാറ്റി സ്ഥാപിക്കുക. ടാസ്ക് 1. വാഷർ മാറ്റി സ്ഥാപിക്കുക. സ്റ്റെപ്പ് 1. ശരിയായ വലിപ്പമുള്ള സ്പാനർ ഉപയോഗിച്ച് നട്ട് നീക്കം ചെയ്യുക. സ്റ്റെപ്പ് 2. അസംബ്ലിയിൽ നിന്ന് കേടായ വാഷർ നീക്കം ചെയ്യുക. സ്റ്റെപ്പ് 3. ശരിയായ വലിപ്പമുള്ള വാഷർ സ്ഥാപിക്കുക. സ്റ്റെപ്പ് 4. വാഷർ ഉപയോഗിച്ച് നട്ട് മുറുക്കുക. സ്കിൽ സീക്വൻസ്: വാഷറുകളുടെ തരങ്ങൾ. ലക്ഷ്യങ്ങൾ: ഇത് നിങ്ങളെ സഹായിക്കും. 1. വാഷറുകളുടെ ഉദ്ദേശം വ്യക്തമാക്കുക. 2. വാഷറുകളുടെ തരങ്ങൾ തിരിച്ചറിയുക. 3. ഓരോ തരം വാഷറുകളുടെയും ഉപയോഗങ്ങൾ പറയുക. 4. BIS അഥവാ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് വാഷറുകൾ വ്യക്തമാക്കുക. ലക്ഷ്യം: ബോൾട്ട് ചെയ്ത സന്ധികളിൽ നോട്ടിനടിയിൽ വാഷറുകൾ നൽകുന്നത് ഒരു സാധാരണ രീതിയാണ്. വാഷറുകളുടെ സഹായം: 1. ഘർഷണത്തിന്റെ പിടി വർദ്ധിപ്പിക്കുന്നു. 2. വർക്ക് പീസിന് കേടുപാടുകൾ സംഭവിക്കുന്നത് തടയുക. ഒരു വലിയ പ്രദേശത്ത് ശക്തി വിതരണം ചെയ്യുക. 3. പ്രകമ്പനം കാരണം നട്ട്സ് അയവുണ്ടാകുന്നത് തടയുന്നു. വാഷറുകളുടെ തരങ്ങൾ. വിവിധ തരം വാഷറുകൾ ലഭ്യമാണ്. അവയാണ്: 1. പ്ലെയിൻ അല്ലെങ്കിൽ ഫ്ലാറ്റ് വാഷറുകൾ. 2. ടേപ്പർ വാഷറുകൾ. 3. സ്പ്രിംഗ് വാഷറുകൾ. 4. ടാബ് വാഷറുകൾ. 5. ടൂത്തഡ് ലോക്ക് വാഷറുകൾ. പ്ലെയിൻ അല്ലെങ്കിൽ ഫ്ലാറ്റ് വാഷറുകൾ. ഫിയർ പ്രതലങ്ങളുള്ള അസംബ്ലികൾ ബോൾട്ട് ചെയ്യാൻ ഈ വാഷറുകൾ ഉപയോഗിക്കുന്നു. ഡയാമീറ്റർ, തിക്നെസ്സും ബോർ ഡയാമീറ്റർ എന്നിവ ബോൾട്ടിന്റെ ഡയാമീറ്ററിന് ആനുപാതികവുമാണ്, അതായത് IS 2016. പ്ലെയിൻ വാഷറുകൾ മെഷീൻഡ് അല്ലെങ്കിൽ പഞ്ച്ഡ് വാഷറുകളായി ലഭ്യമാണ്. മെഷീൻഡ് വാഷറുകൾ. മെഷീൻ ഘടകങ്ങൾ ഉപയോഗിച്ച് അസംബ്ലികൾക്കായി ഈ വാഷറുകൾ ഉപയോഗിക്കുന്നു. ഈ വാഷറുകൾ ഒരു വശത്തോ ഇരുവശത്തും ചാമ്പർ ഉപയോഗിച്ചോ ലഭ്യമാണ്. അവ ചൂട് ചികിത്സിക്കുന്നതും പൊടിച്ച വാഷറുകളുമാണ്. ഇവയ്ക്ക് ചാമ്പറുകൾ ഇല്ല. മാത്രമല്ല, ഘടനാപരമായ ഫാബ്രിക്കേഷൻ ജോലികളിൽ സാധാരണയായി ഉപയോഗിക്കുന്നു. ടേപ്പർ ചെയ്ത വാഷറുകൾ. ഐ-ബീമുകൾ, ചാനലുകൾ മുതലായ ടേപ്പർ പ്രതലങ്ങളുള്ള ഘടനാപരമായ അസംബ്ലികൾ ഇവ ഉപയോഗിക്കുന്നു. ഈ വാഷറുകൾ ബോൾട്ട് തലയെയോ നട്ട്സിനെയോ ദ്വാരത്തിലേക്ക് ചതുരാകൃതിയിൽ ഇരിക്കാൻ സഹായിക്കുന്നു. സ്പ്രിംഗ് വാഷറുകൾ. പ്രകമ്പനങ്ങൾ കാരണം നട്ടുകളെ മന്ദഗതിയിലാക്കുന്നത് തടയാൻ നട്ടുകളുടെ കീഴിൽ സ്പ്രിംഗ് വാഷറുകൾ ഉപയോഗിക്കുന്നു. അവ സ്പ്രിംഗ് സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കംപ്രസ് ചെയ്യുമ്പോൾ അവ ബോൾട്ടും നട്ടും തമ്മിൽ പിരിമുറുക്കം സൃഷ്ടിക്കുന്നു. ടാബ് വാഷറുകൾ. നട്ടുകളെ ലോക്ക് ചെയ്യാൻ ഈ വാഷറുകൾ ഉപയോഗിക്കുന്നു. ടൂത്തഡ് ലോക്കഡ് വാഷറുകൾ. ഈ കഴുകലുകൾക്ക് മുറിച്ചതും വളഞ്ഞതുമായ സെറേഷനുകൾ ഉണ്ട്. നട്ടിനും അസംബ്ലിക്കും ഇടയിൽ സ്ഥാപിക്കുമ്പോൾ ഈ വാഷർ സമ്പർക്കം പുലർത്തുന്നത് രണ്ട് ഉപരിതലങ്ങളിലും സംഘർഷണം ചെലുത്തുന്നു. ഇത് നട്ടുകളെ മന്ദഗതിയിലാക്കുന്നത് തടയുന്നു. സവിശേഷതകൾ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് IS 2016-1967 ഒരു വാഷറിനെ പേര്, തരം, വലുപ്പം, സ്റ്റാൻഡേർഡിന്റെയും മെറ്റീരിയലിന്റെയും എണ്ണം എന്നിവ അനുസരിച്ച് നിർണ്ണയിക്കുന്നു. ഉദാഹരണം: പിച്ചള കൊണ്ട് നിർമ്മിച്ച 10.5 മില്ലിമീറ്റർ വലിപ്പമുള്ള മെഷീൻ വാഷർ മെഷീൻഡ് വാഷർ 10.5 IS 2016 ബ്രാസ് എന്ന് നാമകരണം ചെയ്യും. കുറിപ്പ്: വിവിധ തരം വാഷറുകളുടെ വിശദമായ സ്പെസിഫിക്കേഷനുകൾക്കായി ഇനി പറയുന്ന IS സവിശേഷതകൾ കാണുക. ടേപ്പർ വാഷർ IS 5374 ആൻഡ് IS 5372. ടാബ് വാഷറുകൾ IS 8068,
ടൂത്തഡ് ലോക്ക് വാഷർ IS 5371, പ്ലെയിൻ വാഷർ IS 2016. ടാസ്ക് 2. ഗ്യാസ്കറ്റ് മാറ്റി സ്ഥാപിക്കുക. 1. കേടായ ഗ്യാസ്കറ്റ് നീക്കം ചെയ്യുക. 2. അടിത്തറയുടെ ഉപരിതലവും കവർ പ്ലേറ്റും വൃത്തിയാക്കുക. 3. ഗ്യാസ്കറ്റ് ബേസിൽ പ്ലേറ്റിൽ വയ്ക്കുക. ശക്തിയായി അമർത്തുക. 4. യൂണിറ്റ് കൂട്ടിച്ചേർക്കുക. ടാസ്ക് 3. ക്ലച്ച് ക്രമീകരിക്കൽ. സ്റ്റെപ്പ് 1. വൈദ്യുതി വിതരണം സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം ആലൻ കീകൾ ഉപയോഗിച്ച് ഫീഡ് ഗിയർ ബോക്സിന്റെ 2 സൈഡ് കവറുകളും നീക്കം ചെയ്യുക. സ്റ്റെപ്പ് 2. അനുയോജ്യമായ സ്പാനർ ഉപയോഗിച്ച് ടെർമിനലുകൾ നീക്കം ചെയ്യുക. സ്റ്റെപ്പ് 3. കാർബൺ ബ്രഷുകൾ നീക്കം ചെയ്യാൻ ഒരു വളവ് ട്യൂബുലർ സ്പാനർ ഉപയോഗിക്കുക. സ്റ്റെപ്പ് 4. പ്ലെയിൻ ഷാഫ്റ്റിൽ നിന്ന് സർക്കിൾ ലിപ്പ് നീക്കം ചെയ്യുക. സ്റ്റെപ്പ് 5. M12 ബെയറിംഗ് പുള്ളർ സെറ്റ് ഉപയോഗിച്ച് യൂണിറ്റിൽ നിന്ന് സ്പ്ലെയിൻ ഷാഫ്റ്റ് ഉപയോഗിച്ച് ക്ലച്ച് പുറത്തെടുക്കുക. സ്റ്റെപ്പ് 6. വർക്ക് ബെഞ്ചിൻ അസംബ്ലി സ്ഥാപിക്കുക. അത് ശരിയായി വൃത്തിയാക്കുക. സ്റ്റെപ്പ് 7. ക്ലച്ചിന്റെ ശരിയായ ഇടപെടലും അകൽച്ചയും ലഭിക്കുന്നില്ലെങ്കിൽ ക്ലച്ച് യൂണിറ്റ് പൊളിച്ച് ക്ലച്ച് പ്ലേറ്റ് നീക്കം ചെയ്യുക. സ്റ്റെപ്പ് 8. ഇനി പറയുന്ന ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ തകരാറുകൾ തിരിച്ചറിയുക. സ്റ്റെപ്പ് 9. ക്ലച്ച് പ്ലേറ്റുകൾക്കിടയിലുള്ള ഫീലർ ഗേജ് ഉപയോഗിച്ച് വിടവ് പരിശോധിക്കുകയും യഥാർത്ഥ ഉപകരണ നിർമ്മാതാവ് സൂചിപ്പിച്ചതുപോലെ വിടവ് ഉറപ്പാക്കുകയും ചെയ്യുക. സ്റ്റെപ്പ് 10. സ്പ്ലെയിൻ ഷാഫ്റ്റ് പരിശോധിച്ച് സ്പ്ലെയിനുകൾ ഉചിതമാണെന്ന് ഉറപ്പാക്കുക. സ്റ്റെപ്പ് 11. എല്ലാ ഭാഗങ്ങളും സംയോജിപ്പിച്ച് ഒരു വർക്ക് ബെഞ്ചിൽ യൂണിറ്റ് വീണ്ടും പരിശോധിക്കുക. സ്റ്റെപ്പ് 12. ക്ലച്ച് അസംബ്ലിയുടെ തൃപ്തികരമായ പ്രവർത്തനം കണ്ടെത്തിയാൽ അത് മെഷീന്റെ ഫീഡ് ഗിയർ ബോക്സിൽ ഘടിപ്പിക്കുക. സ്റ്റെപ്പ് 13. സർക്കിൾ ലിപ്പ്, കാർബൺ ബ്രഷുകൾ, ടെർമിനൽ എന്നിവ ഇരിക്കുക. സ്റ്റെപ്പ് 14. ആലൻ കീ ഉപയോഗിച്ച് സൈസ് കവറുകൾ ശരിയാക്കുക. മെഷീൻ ഓണാക്കി ക്ലച്ച് അസംബ്ലിയുടെ പ്രവർത്തനം പരിശോധിക്കുക. ക്ലച്ച് പ്രഷർ ക്രമീകരിക്കുക. ലക്ഷ്യം ഒരു മൾട്ടി ഡിസ്ക് ക്ലച്ചിന്റെ പ്രഷർ ക്രമീകരിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. ഹെഡ് സ്റ്റോക്കിന്റെ അടപ്പ് തുറക്കുന്നതിന് മുൻപിലത്തേതിന്റെ ഇലക്ട്രിക്കൽ മെയിൻ ഓഫ് ചെയ്യുക. 1. ആലൻ ഹെഡ് ബോൾട്ടുകൾ അഴിച്ച് ലാത്ത് ഹെഡ് സ്റ്റോക്കിന്റെ മുകൾ അടപ്പ് നീക്കം ചെയ്യുക. മൂടിക്കൊപ്പം ക്ലച്ച് ലിവർ പുറത്തെടുക്കുക. 2. വാർഷിക ഡിസ്കിൽ നിന്ന് ഇൻഡെക്സ് പിൻ പുറത്തുവിടുക. 3. ആവശ്യമുള്ള ഫിക്ഷൻ ലഭിക്കുന്നതിന് വാർഷിക വളയം തിരിക്കുക. നട്ട് വളരെയധികം മുറുക്കിയാൽ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. തിരിച്ചും. 4. അഡ്ജസ്റ്റ് ചെയ്യുന്ന നട്ട് വഴി വാർഷിക ഡിസ്ക് ദ്വാരത്തിലേക്ക് സൂചിക പിൻ ശക്തിയായി ഇടുക. 5. മുകളിലെ മൂടിയുടെ ഗ്യാസ്കറ്റ് മാറ്റി സ്ഥാപിക്കുക. 6. ക്ലച്ച് ലിവർ സ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ട് മുകൾ അടപ്പ് കൂട്ടിച്ചേർക്കുക. 7. ആലൻ കീ ഉപയോഗിച്ച് അടപ്പിന്റെ ആലൻ സ്ക്രൂകൾ മുറുക്കുക. സ്ഥാനങ്ങളിൽ ഏർപ്പെടുന്നതിനും പിൻവാങ്ങുന്നതിലും ക്ലച്ചിന്റെ പ്രവർത്തനം പരിശോധിക്കുക. വീഡിയോ കണ്ടതിന് നന്ദി. നമസ്കാരം.